ഹലോ, ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാനൊരു 2 ഫ്രൂട്ട് കണ്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈ ഒരു ഫ്രൂട്ട് ഉണ്ട്, അതെ. ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് പറയുക, പനന്തേങ്ങയില്ലേ, നമ്മുടെ പനയിൽ നിന്ന് വരുന്ന അതാന്ന് വിചാരിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു പേര്. ഇതിൻ്റെ പേരെന്തായിരുന്നു പോലെ? ഇതിൻ്റെ മംഗസ്റ്റിൻ. ഇത് ഇവിടെ മലേഷ്യയിലല്ലേ? മലേഷ്യൻ ഫ്രൂട്ടാണ് ഇത്. മംഗസ്റ്റിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് തന്നെ. ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഇത് കണ്ടോ, നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ കുടംപുളിയൊക്കെ ഇല്ലേ, കുടംപുളി ഇങ്ങനെ തോട് കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഈ അകത്തിരിക്കുന്ന സാധനമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഫ്രൂട്ട്. എന്താ ഫ്രൂട്ട് ഇങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇരിക്കുന്നത് പോലുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഈ ഒരു ഫ്രൂട്ട് ഇതിനകത്തിരിക്കുന്നതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇളക്കിയെടുക്കാം. വെളുത്തുള്ളി എല്ലാം മധുരവും പുളിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ്. സൂപ്പറായിട്ട്. നമ്മൾ കുടംപുളി ഇല്ലേ, നമ്മൾ കുടംപുളിയുടെ ഒരു ഫ്രൂട്ട് അവിടെ വരുമല്ലോ, അത് തുറന്നിട്ടില്ലേ നമ്മൾ അതിനകത്തുനിന്ന് എടുത്ത് നമ്മൾ തിന്നുന്ന സെയിം അതിൻ്റെ ടേസ്റ്റാണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി ഇച്ചിരി കൂടെ പുളിയുണ്ട് ഇതിന്, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുരുവൊന്നുമില്ല, അങ്ങനെ കഴിക്കാം. ചെറിയ കുരുവുണ്ട്, ചെറിയ ഉമ്പറി കുരുവാണ്. ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ തോടുണ്ടോ, അതെ, നമ്മുടെ സപ്പോട്ട ഇല്ലേ, സപ്പോട്ട പോലെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ മാറ്റിയിട്ട് പിന്നെ നമ്മുടേത് എനിക്ക് കിട്ടിയത് ഈ റംബൂട്ടാൻ ഉണ്ടോ. നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിൻ്റെ പുറം വശത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല നൂല് പോലെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, ആ റംബൂട്ടാനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടതും കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഈ റംബൂട്ടാൻ എവിടുത്തെ പോലെ? തായ്ലൻഡോ? ഇത് എവിടുത്തെ? തായ്ലൻഡ് റംബൂട്ടാനാണ് ഇത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയാലോ. ഇത് ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി കേട്ടോ. പക്ഷെ നമ്മൾ മറ്റേ ആ ഒരു പൂടപ്പൂട റംബൂട്ടാനില്ലേ, അതിൻ്റെ പോലെ അല്ല. നമുക്ക് ഇതെടുത്തിട്ട് ഓരോന്നായിട്ട് അടത്തി തിന്നാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ, ഇതിൻ്റെ കുരുവും വ്യത്യസ്തമുണ്ടാകും. ഇതിന് നല്ല കോഫി കളറിലെ കുരുവാണ് വരുന്നത്. നമുക്കിങ്ങനെ അടത്തെടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ റംബൂട്ടാൻ കഴിക്കുമ്പോൾ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നമുക്കതിൻ്റെ ഇതിൻ്റെ ഒരു ജെല്ല് വെള്ളം പോലെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നല്ല കട്ടിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതിൻ്റെ കുരുണ്ടോ, കോഫി കളറാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാണും, സീസണൽ ഫ്രൂട്ട്സുകൾ നമ്മൾ എല്ലാ വർഷവും വർഷത്തിലെന്നല്ല, നമുക്ക് മരങ്ങളിലുണ്ടാകുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ സീസൺ സമയത്ത് വരുന്നത് കൂടുതലും നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ ചക്ക, മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലതേ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കുഞ്ഞു ഊപ്പറി മാങ്ങയില്ലേ, ഇതാണെങ്കിലും ഫുള്ള് നാരാണ്. ഈ മാങ്ങയിൽ ഫുള്ള് നാര് എന്നുവെച്ചാൽ നമുക്കിത് പുളിശ്ശേരി ഉണ്ടാക്കാം, ഉപ്പിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് കടിച്ചിങ്ങനെ ഓടിത്തിനാൻ നല്ല ടേസ്റ്റ്. നിറച്ച് നാരാ. എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു 1 കിലോ വാങ്ങിക്കാൻ വയ്യായിരുന്നു ഞാൻ ചോദിച്ചതാണ്. അല്ല, നാല് പുളിശ്ശേരി ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന, ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ ഒരു കുഞ്ഞു മാങ്ങ നമുക്കിങ്ങനെ ഒറ്റ വാരിടാവുന്നതേ ഉള്ളൂ.
അത് കാണാനും നല്ലതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. നമുക്ക് പ്ലംസ് ഞാവൽപ്പഴം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഈ ഞാവൽപ്പഴം ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. ഷുഗർ പേഷ്യൻറ്റ് ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സീസണൽ ഫ്രൂട്ട്സുകൾ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക, ആരോഗ്യം നന്നായിട്ടിരിക്കുക. എനിക്ക് കൂടുതൽ ഞാൻ ഈ ഒരു 2 ഫ്രൂട്ട്സിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ആ തായ്ലൻഡ് ഫ്രൂട്ടും മലേഷ്യൻ ഫ്രൂട്ടും കഴിക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.